വേര് മണ്ണിലാണത്. മണ്ണിൽ തന്നെയാണല്ലോ ജീർണതയും അവശിഷ്ടങ്ങളും എല്ലാം. പക്ഷെ വേര് അവയെല്ലാം അവഗണിച്ച് അതിൽ നിന്ന് ജലവും വളവും ലവണങ്ങളും മാത്രം എടുത്തു. സാഹചര്യങ്ങൾ മോശമായിക്കോട്ടെ, എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായവ ഉള്ളിലേക്കെടുക്കാം, തളർത്തുന്നവയെല്ലാം അവഗണിക്കാം. വേനൽ കഠിനമാണ്. മരത്തിന് കഠിനമായ വെയിലേൽക്കാറുണ്ട്, ചൂടേറ്റ് പൊള്ളാറുണ്ട്. ആവശ്യമുള്ളതൊന്നും ആ സാഹചര്യങ്ങളിൽ ലഭിക്കാറില്ല. എത്ര വെയിലേറ്റാലും ചൂടേറ്റാലും പൊള്ളലേറ്റാലും മരം തിരികെ നൽകുന്നത് തണലാണ്, ഫലങ്ങളാണ്. പകരത്തിന് പകരമല്ല, നല്ലത് മാത്രം. എല്ലാ കാലവും ഒരുപോലെയാകില്ലല്ലോ. വസന്തത്തിലും വർഷകാലത്തും ലഭിക്കുന്നവ വേനലിലും ലഭിക്കണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? വേരിൻ്റെ നിസ്സഹായത മനസ്സിലാക്കി മരം ചില ഇലകൾ ഉപേക്ഷിക്കും, ചില ഇഷ്ടങ്ങൾ പൊഴിക്കും. കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് ചില ആർഭാടങ്ങൾ ഉപേക്ഷിക്കണം. വേനലിൽ ശാഖകൾ ഉണങ്ങും, തൊലികൾ ചുളുങ്ങും, ഇലകൾ കരിയും പൊഴിയും, പച്ചപ്പും ഭംഗിയും ഇല്ലാതാകും. അതോടെ മരം നശിക്കുന്നില്ലല്ലോ. ആദ്യത്തെ മഴത്തുള്ളി മണ്ണിൽ വീഴുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം മരം വീണ്ടെടുക്കും. യഥാർത്ഥ സൗന്ദര്യം അതുള്ളിലാണ്. വരൾച്ചയിൽ ബാഹ്യ സൗന്ദര്യം ഇല്ലാതായാലും ഉള്ളിലെ ജീവൻ ഇല്ലാതാകരുത്. പുറംമൂടിയൊക്കെ ഒരു വരൾച്ചയിൽ ഇല്ലാതാകും. ഉള്ളിലുള്ള നന്മ എല്ലാത്തിനെയും അതിജീവിക്കും. ശാഖകൾ നോക്കി എല്ലാവരും വിസ്മയിച്ചു. ഇലകൾ കണ്ടു പറഞ്ഞു, എന്തു ഭംഗി! പഴങ്ങൾ രുചിച്ചു പറഞ്ഞു, എന്ത് സ്വാദ്! അവയെ മണ്ണിലുറപ്പിച്ച് താങ്ങി നിർത്തിയ, നൽകേണ്ടതെല്ലാം നൽകിയ നിശബ്ദനായ വേരിനെ ആരും കണ്ടില്ല, പ്രശംസിച്ചില്ല. പക്ഷേ വേരില്ലാതെ മരമില്ലല്ലോ. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്യാം.